ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1310 ദിവസമായി ഇന്ന് 2024 ഡിസംബർ മാസം 15 ഞായറാഴ്ച. 1200 ആണ്ട് വൃശ്ചിക മാസം 30 ഗുരുവചനങ്ങളിലൂടെ. അപരനു വേണ്ടി അഹിർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. അപരനു വേണ്ടി അഹിർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. സ്വാമി തൃപാദങ്ങളുടെ 64 ജന്മദിനത്തിൽ ശ്രീ എൻ കുമാരനാശൻ എഴുതി 1920 പ്രതിഭയിൽ 9 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച ശ്രീനാരായണ ഭക്തരോട് എത്ര ദൂരം എത്തി എന്ന് വിവരിക്കുന്നതിൻ്റെ 1-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമി തൃപാദങ്ങളുടെ 64-ാമത്തെ തിരുനാൾ ഈ 15-നാണല്ലോ. കേരളത്തിലെ തീയർ ഈ സുദിനത്തെ പതിവ് പോലെ ഭക്തിപൂർവം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തേക്ക് ദീർഘായുരാരോഗ്യങ്ങളെ പ്രാർത്ഥിക്കുകയും സഭകൾ കൂടുകയും ആഘോഷങ്ങൾ നടത്തുകയും ചെയ്യുന്ന തിരക്കാണിപ്പോൾ. കയ്യൂക്കുള്ള ഹിന്ദുക്കൾ അനേക ശതവർഷമായി നിർദ്ദയവും നീചവുമായ വിധത്തിൽ ചവിട്ടിത്താഴ്ത്തി വച്ചിരിക്കുന്ന ഒരു വമ്പിച്ച ജനവിഭാഗത്തെ ആത്മീയമായും ലൗകികമായും ഉയർത്തിക്കൊണ്ടുവരാൻ ഫലപ്രദമായി യത്നിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏക മഹാപുരുഷനാകുന്നു നമ്മുടെ സ്വാമി തൃപാദങ്ങൾ. കേരളത്തിൽ ധനവും ശ്രമവും ജീവിതവും മുഴുവൻ ജനഹിതത്തിനായി, വിശേഷിച്ചും താഴ്ത്തപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിനായി ബലികഴിച്ചുകൊണ്ടിരിക്കുന്ന മഹാപരോപകാരികളിൽ അഗ്രഗണ്യനാകുന്നു നമ്മുടെ സ്വാമി തൃപാദങ്ങൾ. മതസംബന്ധമായി അഗാധമായ ശാസ്ത്രജ്ഞാനവും സ്വാനുഭൂതിയും കൊണ്ട്, ദൃഷ്ടാന്തയോഗ്യമായ സദാചാര നിഷ്ഠ കൊണ്ടും ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ അദ്വിതീയമായ ഒരു സ്ഥാനത്തിനർഹനാകുന്നു നമ്മുടെ സ്വാമി തൃപാദങ്ങൾ. വാസ്തവത്തിൽ ഈ മഹാത്മാവിനെ നേതാവായി ലഭിച്ച ഏകഭാഗ്യമാണ് ഇന്ന് നമ്മുടെ സമുദായത്തിനുള്ളത്. അതുകൊണ്ട് അവിടുത്തെ ദീർഘജീവിതം സമുദായ ഭാഗ്യത്തിൻ്റെ ദീർഘജീവിതം തന്നെ ആകുന്നു. മഹാത്മാവായ സ്വാമി തൃപാദങ്ങളുടെ ദീർഘായുരാരോഗ്യ ഭാഗ്യങ്ങൾക്കായി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ വിജ്ഞാനവർദ്ധിനി സഭയുടെ പേരിലും ഞങ്ങളുടെ സ്വന്തം പേരിലും പരമകാരുണികനായ ജഗദീശ്വരനെ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.